ആ സാബുവോ? എന്താ സാബു? ചേച്ചി മോടെ കല്യാണമാണൊക്കെ അറിഞ്ഞു. എന്നാ? ഓ അതോ, 2 മാസം കഴിഞ്ഞേ ഉള്ളു സാബു. ഇന്നലെ സ്റ്റുഡിയോയിൽ വന്ന ആരോ പറയുന്നത് കേട്ടു, അപ്പഴാ ഞാൻ അറിഞ്ഞത്. ചേട്ടൻ എന്ന് വരും? ചേട്ടൻ അടുത്ത മാസത്തെ വരത്തുള്ളൂ. ചേച്ചി വർക്ക് എനിക്ക് തരണേ. സാബു, അതൊക്കെ പിള്ളേര് വന്നിട്ട് തീരുമാനിക്കൂ. തന്നെയല്ല അങ്ങേരും വരണ്ടായി. ചേച്ചി പറഞ്ഞ അണ്ണൻ കേൾക്കും. അണ്ണൻ കേൾക്കും, പക്ഷെ പിള്ളേര് പറഞ്ഞു കേൾക്കും. അവരാങ്ങളെയും പെങ്ങളും കൂടെ എവിടുന്നൊക്കെയോ ആളെ കൊണ്ടുവരുന്നെന്ന പറയുന്ന ഇവിടെ കേട്ടോ ഞാൻ. തന്നെയല്ല, ഇത് പഴയ കാലമൊന്നും അല്ലല്ലോ സാബു. അവരുടെ ഇഷ്ടത്തിന് നടത്തട്ടെ. എന്റെ പൊന്നു ചേച്ചി, നമുക്കറിയാത്തവരെ ഒന്നും പുറത്തുനിന്ന് കൊണ്ടുവന്ന ഫോട്ടോ ഒന്നും കിട്ടത്തില്ല. അന്നത്തെ ദിവസം 10-15 പണം തരും, അത്രേ ഉള്ളൂ. ഗ്രൂപ്പ് കാണത്തില്ല, ഊണ് കാണത്തില്ല. അല്ലെ പിന്നെ നാട്ടുകാരൊക്കെ വാരി വലിച്ച് തിന്നുന്ന ആർക്ക് കാണണം? കാശ് മുടക്കി അറിയാവുന്നവരെ കൊണ്ടുവരുമ്പോ എങ്ങനെ സാബു ഫോട്ടോ കിട്ടാതിരിക്കുന്നത്? അവരെത്ര പറഞ്ഞു ചേച്ചി? എന്റെ ചേച്ചിയുടെ മോടെ കല്യാണത്തിന് പടം പിടിച്ചവരെ കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവരിവിടെ കാശൊന്നും പറഞ്ഞില്ല. അവിടെ അവർക്ക് 1,70,000 രൂപയുണ്ട്. അവരെ കൊണ്ടുവരാനുള്ള ഉദ്ദേശമാണ്. പക്ഷെ അവരോട് നമ്മൾ ഒന്നും ചോദിച്ചില്ല. 1,70,000 രൂപയോ? ആ പറക്കുന്നതോ എഴയുന്നതോ ഒക്കെ ഉണ്ടായിരുന്നു. ആ, നിങ്ങളെ അവര് പറ്റിച്ചതാ. ഞാനതിനെ വെറും 50,000 രൂപയ്ക്ക് എടുത്തു തന്നെ. ചേച്ചി, ഞാൻ എന്റെ ഭാര്യ ഇങ്ങോട്ട് വിടട്ടെ? കെട്ടിയവനും കെട്ടിയോളും കൂടി കല്യാണ വീട് തോറും നടന്നേ ലേലം വിളിച്ച് വർക്കെടുക്കുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട്. ഒരുത്തം വന്ന് 10 പറഞ്ഞ പോയി 8 പറയുക, 8 പറഞ്ഞ അവനെ വെട്ടി 6 പറയുക. മൊത്തത്തിൽ ഈ വീട് നശിപ്പിക്കാനേ നിന്നെ പോലെ കുറെ പേര് മതിയല്ലോ. നാണം ഉണ്ടോടാ നാറി? ഈ സ്വന്തം തൊഴിലിന്റെ വില കളഞ്ഞ് ജീവിക്കാന് നടക്കുന്നവന് ഫോട്ടോഗ്രാഫർമാരുടെ വില കളയാനായിട്ട് വെട്ടിപ്പിടുത്തവും കൊണ്ട്.